അഡ്മിൻ വൈബ്സിൻ്റെ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ 2 ദിവസമൊക്കെ ആയി വീഡിയോ ഒക്കെ ഇട്ടിട്ട്. നമ്മുടെ പൊന്നൂസിന് ചെറിയ പനിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു, അതുകൊണ്ട് വീഡിയോ ഇടാനൊന്നും പറ്റിയില്ല. ഈ വീഡിയോ എന്ന് പറയുന്നത് 2 ദിവസം മുമ്പത്തെ വീഡിയോ കേട്ടോ, ഇന്നത്തെ വീഡിയോ അല്ല. പക്ഷേ ഇന്നാണ് ഞാനൊരു വോയിസ് ഓവർ ചെയ്യണേ. അപ്പോൾ ആരെക്കുറിച്ചും അതുകൊണ്ട് ഒരു വിവരവും ഇല്ല കേട്ടോ. നമ്മൾ വീഡിയോ ചെയ്യുമ്പോഴാണെങ്കിൽ എല്ലാവരും കമൻറ്റ് ചെയ്യുമോ അങ്ങനെയൊക്കെ വിവരങ്ങൾ അറിയാറുണ്ടായിരുന്നു. ഇതിപ്പോൾ ഒരു അറിവും ഇല്ല. അപ്പോൾ എല്ലാ കൂട്ടുകാരും സുഖമൊക്കെ ആയിരിക്കണു അല്ലേ. പിന്നെ എല്ലായിടത്തേക്കും നല്ല മഴയൊക്കെ കിട്ടിയെന്ന് തോന്നുന്നു. ഇപ്പോൾ ഇന്നാണെങ്കിൽ ഞാൻ പരിസരമൊക്കെ ഒന്ന് നല്ല കരിയിലയൊക്കെ കൊക്കോയുടെയും കാപ്പിയുടെയും ഒക്കെ കരിയിലയൊക്കെ ചാടിയേക്കണേ. നന്നായിട്ട് കരിയിലയുണ്ട് വേനൊക്കെ ചാടിയത്. അപ്പോൾ മഴയൊക്കെ ആയപ്പോഴത്തേക്കും നമ്മുടെ കൊതുകൊക്കെ പെരുക്കണ സമയമായില്ലേ. അപ്പോൾ കരിയിലയൊക്കെ ഒന്ന് തള്ളിക്കൂട്ടി മാറ്റി വെച്ചിട്ട് കുറച്ച് കുമ്മായൊക്കെ ഇടാൻ വേണ്ടിയുള്ള ഇതാട്ടോ ഈ കാണുന്നത്. അപ്പോൾ കരിയിലൊക്കെ ഇങ്ങനെ കൂട്ടിയപ്പോഴാണ് ഞാൻ ഓർക്കണം, ഞാൻ കപ്പ ചാക്കിലല്ലാണ്ട് കുറച്ച് കപ്പയൊക്കെ നട്ടിട്ടുണ്ടായിരുന്നു. അതിൻ്റെ മെള്ളിച്ച് ചവറ് പോലും ഇട്ടിട്ടില്ലായിരുന്നു കരിയിലൊക്കെ. അപ്പോൾ ഇത് നന്നായിട്ട് ചെയ്യാറായ കരിയില കേട്ടോ. അപ്പോൾ അത് ഇത്തിരി എടുത്തുകൊണ്ട് പോവുകയാണെങ്കിൽ ആ കപ്പയുടെ മേളിലൊക്കെ ഒന്ന് ഇട്ട് കൊടുത്താൽ അതിന് വളമായിക്കോളൂല്ലോ. അപ്പോൾ അതിന് വേണ്ടി ഇതാ എടുക്കണേ കേട്ടോ, ചാക്കിലേക്ക് എടുത്തിട്ട് അതിന് കൊണ്ടുപോയിടാൻ. അതാണേലും ഒത്തിരി ഒന്നും നട്ടിട്ടില്ല കേട്ടോ, ഒത്തിരി ചോടൊന്നും നട്ടിട്ടില്ല. 3-4 ചോട് മാത്രമേ ഉള്ളൂ കേട്ടോ. കാരണം എനിക്ക് കപ്പ നടണയൊക്കെ ഇഷ്ടമാണ്. പക്ഷേ എന്നാന്ന് വെച്ചാൽ എലിശല്യം ഭയങ്കരമായതുകൊണ്ട് എലിയെ പിടിക്കാൻ ഒരു രക്ഷയില്ല. അതുകൊണ്ടാണ് അത് നടാത്തതിൻ്റെ കാര്യം എന്ന് പറഞ്ഞത്. ഇതെല്ലാം ഒരു സമ്മിശ്ര കൃഷി എന്ന് തന്നെ പറയാം കേട്ടോ. കാരണം എന്ന് വെച്ചാൽ ഇതിൻ്റെ ഇടയ്ക്കൂടെ ഒത്തിരി ഇടയുള്ളിടത്ത് കൂടെയൊക്കെ ഞാൻ ചേമ്പ് നട്ടിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയായിട്ട് വന്നതാണ് കേട്ടോ പിന്നെ ഞാൻ കപ്പയൊക്കെ നട്ടേക്കണത്. കാരണം നമ്മുടെ കൊക്കോയും കാപ്പിയൊക്കെ ഉള്ളതുകൊണ്ട് ഒത്തിരി അങ്ങ് ചോലയില്ലാത്ത സ്ഥലങ്ങളൊന്നും ഇല്ല കേട്ടോ, അതാണ് കാര്യം. അപ്പോൾ ഈ കരിയിലയൊക്കെ തോണ്ടി കൂട്ടി വെച്ചിട്ട് അവിടെയൊക്കെ കുമ്മായപ്പൊടി ഇടണേ കേട്ടോ. ഞാൻ ആദ്യം ഒന്ന് മാസ്ക് ഒന്നും വെക്കാൻ മറന്നു പോയായിരുന്നു, പിന്നെയാണ് അതങ്ങ് ഓർത്തത് കേട്ടോ. ഇങ്ങനെയുള്ള യൂസ് ചെയ്യുമ്പോൾ മാസ്ക് വെക്കണമായിരുന്നു. ഇങ്ങനെയുള്ള കരിയില പിന്നെ തൊഴുത്തിൽ നിന്ന് കന്നുകാലികളുള്ളിടത്ത് തൊഴുത്തിൽ നിന്നുള്ള വെള്ളം അങ്ങനെയുള്ള കെട്ടിക്കിടക്കുന്ന വെള്ളത്തിലൊക്കെ കൊതുകൊക്കെ പെരുകാനുള്ള ഭയങ്കര ചാൻസ് കൂടുതലല്ലേ. അപ്പം ഞാൻ കേട്ടിട്ടുണ്ട് ഇങ്ങനെ കുമ്മായപ്പൊടിയൊക്കെ ഇടുവാണെങ്കിൽ കൊതുക് പെരുകണ ആ ശല്യം അങ്ങ് കുറയും, കൊതുക് ഉണ്ടാവില്ല എന്ന്. അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ച് ഇട്ടതാണേ. ഇന്നത്തെ ദിവസം എന്ന് പറഞ്ഞാൽ ഒരു തിരക്കുള്ള ദിവസം തന്നെയായിരുന്നു. കാരണം എന്ന് വെച്ചാൽ നോക്കണേ എല്ലാം പണിയായിരുന്നേ. അപ്പോൾ ഒരു സ്ഥലത്ത് തന്നെ മാത്രം നിന്ന് പണി ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ കരിയില നോക്കിയപ്പോൾ ഞാൻ ഓർത്തു കപ്പയ്ക്കും കൂടെ കരിയില ഇടുവാണെങ്കിൽ അതിനൊരു വളമായിക്കോളുമല്ലോ. അങ്ങനെ നോക്കിയപ്പോൾ ആ പരിപാടി ഒന്ന് തീർത്തപ്പോഴത്തേക്കും നമുക്ക് നന്നായിട്ട് മഴയൊക്കെ പെയ്ത സമയമല്ലേ. അപ്പോൾ പ്ലാവിനും ജാതിക്കൊക്കെ ഇച്ചിരി ചാണകപ്പൊടിയൊക്കെ ഇട്ട് കൊടുക്കുവാണെങ്കിൽ മഴയൊക്കെ പെയ്യുമ്പോൾ അതെടുത്ത് റൂട്ട്സൊക്കെ ആയിക്കോളുമല്ലോ. അപ്പോൾ അങ്ങനെ ചെയ്തത് കുറച്ച് ചാണകപ്പൊടിയൊക്കെ ആയിട്ട് നമ്മുടെ പ്ലാവും ജാതിയൊക്കെ ഒന്ന് ഒരുക്കി മണ്ണിടാൻ വേണ്ടി വന്നു കേട്ടോ. ഒരു ജാതി അടുത്ത ജാതിയുടെ ചോട്ടിലേക്ക് വന്നപ്പോഴത്തേക്കും നല്ല കാടൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ കാടൊന്നും പറിക്കാണ്ട് തന്നെ ചാണകപ്പൊടി ഇട്ടിട്ട് വലിയ ഗുണമൊന്നുമില്ല. ഈ കാടാണ് ആ ചാണകപ്പൊടി എടുക്കുകയുള്ളൂ അല്ലേ. അപ്പോൾ അതുകൊണ്ട് ഞാനൊന്ന് കാടൊക്കെ ഒന്ന് പറിച്ച് കളഞ്ഞിട്ട് വളമിട്ട് ഇത്രയും മണ്ണൊക്കെ ഇടാമെന്ന് വെച്ചു. അതുകൊണ്ട് കാടൊക്കെ പറിക്കും കേട്ടോ. എനിക്ക് ജാതി എന്ന് പറയണ ഇത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഈ ജാതിക്ക പൊട്ടിക്കൽ പെറുക്കൽ അങ്ങനെയുള്ള കാര്യങ്ങൾ ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ടാണെന്ന് തോന്നുന്നു ആ തൈ നടാനും അതിനെ ശുശ്രൂഷിക്കാനും വളമിടാനും മണ്ണിടാനും അതിനെ ഒരുക്കി നിർത്താനും ഭയങ്കര ഒരു ഇഷ്ടമാണ് കേട്ടോ. മറ്റുള്ളതിനേക്കാൾ ഉപരിയായിട്ട് ജാതി എന്ന് പറയുന്നത് എനിക്കിഷ്ടമുള്ളൊരു ചെടിയാണ്. പക്ഷേ ഇതിന് വേണ്ടി ഒത്തിരി കാര്യങ്ങളൊന്നും ചെയ്യാൻ എനിക്കറിയത്തില്ല. വളയിടയിലും മണ്ണിടയിലൊക്കെ പ്രത്യേക വളങ്ങളും കാര്യങ്ങളൊക്കെ കാണുമായിരിക്കും. പക്ഷേ എനിക്കിവിടെ അവൈലബിൾ ആയിട്ടുള്ളത് ചാണകപ്പൊടിയാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ചാണകപ്പൊടി ഇട്ട് കൊടുക്കണമായിട്ട് വേറെ പ്രത്യേക വളമൊക്കെ കാണുമായിരിക്കും. പിന്നെ ഇതിൻ്റെ മണ്ണിടയിലെ കാര്യങ്ങൾ തെറ്റായിട്ട് പലയിടത്തും ഇങ്ങനെ പൊക്കി മണ്ണിടണയൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ എനിക്കതൊന്നും അറിയത്തില്ല കേട്ടോ. ഞാൻ ജസ്റ്റ് ചാണകപ്പൊടി ഇട്ടിട്ട് കരിയില ഓൾറെഡി അതിന് ചുറ്റും കിടക്കുന്നുണ്ട്. അപ്പോൾ ചാണകപ്പൊടിയും കൂടെ ഇട്ടിട്ട് ജസ്റ്റ് ആ ചാണകപ്പൊടി മഴയുള്ള സമയമല്ലേ, അപ്പോൾ അതങ്ങ് പോകാണ്ട് ജസ്റ്റ് മണ്ണൊന്ന് പൊട്ടിച്ചിടണുള്ളൂ കേട്ടോ. അല്ലാണ്ട് വേറെ രീതിയിൽ മണ്ണിടാനൊന്നും അങ്ങനെ എനിക്കറിയത്തില്ല. അതുകൊണ്ട് ഈ മണ്ണൊന്ന് പൊട്ടിച്ചിട്ട് കൊടുക്കണ വഴി പെട്ടെന്ന് റൂട്ട്സ് അങ്ങ് മണ്ണിലേക്ക് ആവുകയും ചെയ്തോളൂ എന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ. ഇന്നത്തെ ഞങ്ങളുടെ കൊച്ചു വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. അപ്പം ഞങ്ങളുടെ വീഡിയോസ് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. നിങ്ങൾ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് കമൻസിലിടാൻ മറക്കരുത്. അതുപോലെ തന്നെ പുതുതായിട്ട് ഈ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ. അതുപോലെ ഏതെങ്കിലും വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമോ അതുപോലെ യൂസ്ഫുള്ളായിട്ട് തോന്നുകയോ ചെയ്താൽ നിങ്ങളുടെ ഫ്രണ്ട്സിനോ ഫാമിലിക്കോ ഒന്ന് ഷെയർ ചെയ്യാനും മറക്കല്ല കേട്ടോ. അപ്പോൾ ഇനി ഒരു അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് നാളെ കാണാം.